നമ്മൾ യോദ്ധ സിനിമ കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഷെണൈസിലെ ഷോ ഉണ്ടായിരുന്നുള്ളൂ. കയറാൻ കുറച്ച് വെള്ളം മേടിക്കട്ടെ. ഞാൻ പാർക്കിംഗ് ഫീസ് വെള്ളമായിട്ട് റെഡീം ചെയ്ത് 20 റുപ്പീസാണ് പാർക്കിംഗ് ഫീസ്. അപ്പോൾ വെള്ളത്തിന് 10 രൂപ. അപ്പോൾ 2 വെള്ളം മേടിച്ച് ഞാൻ റെഡീം ചെയ്ത്. മാനേജ്മെൻറ്റിനോട് ഒരു സജഷൻ ഉണ്ട്, തണുത്ത വെള്ളം വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇപ്പം അത്ര ചൂടായെന്ന് പറഞ്ഞാൽ അപ്പോൾ സിനിമയൊക്കെ കണ്ട സിനിമയുടെ പേര് യോദ്ധ എന്നാണ്. ഈ യോദ്ധയല്ല, ഹിന്ദി ഫിലിമായിട്ടുള്ള യോദ്ധയാണ്. ദിശ പട്ടാനി, റാഷി ഖന്ന, സിദ്ധാർത്ഥ് മൽഹോത്ര, ഇത്ര പേരാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. വേറെ കുറേ ആക്ടേഴ്സൊക്കെ ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇതിലെ ഡയറക്ടേഴ്സ് ഇവർ പുതിയ ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പേര് സാഗർ ആംബ്രെ, പുഷ്കർ ഓജ എന്നാണ്. ഇതിനു മുന്നേ വേറൊരു സിനിമ ചെയ്തതായിട്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല. നമ്മുടെ കരൺ ജോഹർ, ഹീറോ രാജ് ജോഹർ, അപൂർവ മേത്ത, ശശാങ്ക് കേതൻ ഇവരാണ് പ്രൊഡ്യൂസേഴ്സ്, അതായത് നമ്മുടെ ധർമ്മ പ്രൊഡക്ഷൻസ്. അപ്പോൾ സോങ്സ് ചെയ്തിരിക്കുന്നത് തനീഷ് ബാഗ്ചി, പിന്നെ വിശാൽ മിശ്ര, ബി പ്രാഗ്, ആദിത്യ ദേവ്, ജോൺ സ്റ്റുവേർട്ട് എഡ്യൂർ, കുറേ പേരുണ്ടല്ലോ. സ്കോർ ചെയ്തിരിക്കുന്ന എബ്രോഡ് എന്നുള്ള ജോൺ സ്റ്റുവേർട്ട് ആരോ ആണ്. എനിവേസ്, ഇതൊക്കെയാണ് സംഭവം. ഇതൊരു ടിപ്പിക്കൽ ഒരു രാജ്യസ്നേഹ പടമാണ്. പക്ഷേ ഈ ഒരു സിനിമ എൻജോയബിളാണ്. അതാണ് സംഭവം. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ പഠാൻ, ഫൈറ്റർ, ഇതെല്ലാം രാജ്യസ്നേഹ പടമാണ്. ഇത് പക്ഷേ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എൻജോയബിളാണ്, മനസ്സിലായില്ലേ? അതാണൊരു സംഭവം. ടൈഗർ സീരീസ് ആയിക്കോട്ടെ, ഇതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പടമാണ്. പക്ഷേ എന്നെ വളരെ ഇമ്പ്രസ് ചെയ്ത വേറെ കുറച്ച് സിനിമകളുണ്ട് ഈ കാറ്റഗറിയിൽ തന്നെ വരുന്നത്. ലക്ഷ്യ എനിക്ക് ഒടുക്കത്ത് ഇഷ്ടമുള്ള പടമാണ്. ജോൺ എബ്രഹാമിൻ്റെ അറ്റാക്ക് എന്നുള്ള സിനിമ, പിന്നെ നമ്മുടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ മേജർ എന്നുള്ള സിനിമ, നീർജ, ഗുഞ്ചൻ സക്സേന, ഷേർഷാ, ഇങ്ങനെ ലിസ്റ്റ് ഗോസ് ഓൺ. കുറേ ഉണ്ട് ഇങ്ങനത്തെ സിനിമകൾ. അപ്പോൾ ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. ആ സിനിമകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ലെവലിൽ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ പഠാൻ കണ്ട പോലെ, ടൈഗർ കണ്ട പോലെ ആ ഒരു ലെവലിലാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഷേർഷയ്ക്ക് വേറെ ലീഗ് പടമായിരുന്നു ഇതേ ആക്ടറിൻ്റെ തന്നെ. എനിക്ക് ഈ ആക്ടറിനെ പൊതുവെ ഇഷ്ടമാണ്. സിദ്ധാർത്ഥ് മൽഹോത്ര ഇതുവരെ ചെയ്തിരിക്കുന്ന മിക്ക മൂവീസും ഓൾമോസ്റ്റ് ഒരു 80-90% മൂവീസ് ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പുള്ളീനെ ഇഷ്ടമാണ്. പുള്ളിക്കാരൻ ആക്ച്വലി നല്ലൊരു ആക്ഷൻ സ്റ്റാറാണ്, നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു റോള് പുള്ളിക്കാരൻ ഫിറ്റാണ്. ഈ ആർമി ടൈപ്പ് ഓഫ് റോൾസ് പുള്ളി ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് ആക്ഷൻ പറ്റും. അതുകൊണ്ട് ആക്ഷൻ സ്റ്റാർ എന്ന നിലയ്ക്ക് പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഇമ്പ്രസ് ചെയ്തത് ഇതിലെ നടിമാരുടെ പെർഫോമൻസാണ്. യൂഷ്വലി എനിക്ക് ദിശ പട്ടാനി ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് തോന്നാറ്. പക്ഷേ ഇതിനകത്ത് ദിശ പട്ടാനി എന്നെ അത്ഭുതപ്പെടുത്തി. അത്യാവശ്യം ഡീസൻ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെനിക്കൊരു അത്ഭുതമായിരുന്നു, സത്യമായിട്ട് പറയാണ്. അല്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര ക്രിഞ്ചടിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ പെർഫോമൻസ്. ഇതിൽ എനിക്ക് പുള്ളിക്കാരി ഒരു സിനിമ പോലും മര്യാദക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. പക്ഷേ ഇതിലെ ക്യാരക്ടർ പുള്ളിക്കാരി അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ റാഷി ഖന്ന, എനിക്ക് എല്ലാ സിനിമയിലും പുള്ളിക്കാരി ഇഷ്ടമാണ്. ഇതുവരെ പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്ന എല്ലാ പടങ്ങളിലും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. മലയാള സിനിമയായ വില്ലൻ, ലാലേട്ടൻ്റെ വില്ലൻ എന്ന് പറഞ്ഞ സിനിമയിലും പുള്ളിക്കാരി ഒരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി വളരെ ഇഷ്ടമാണ്. എല്ലാ സിനിമകളും അത്യാവശ്യം വളരെ നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇതിലെ സ്കോറ് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നല്ല നല്ല പാട്ടുകളും എനിക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റി. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ കണ്ടത് ഷെണൈസ് സ്ക്രീൻ 4ലാണ്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അനുഭവം ആ തിയേറ്ററിൽ നിന്ന് എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഐ എം നോട്ട് ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ തിയേറ്റർ അറ്റ് ഓൾ. പൈസ ഇത്തിരി കൂടുതലാണെന്നാണ് എനിക്ക് എപ്പോഴുള്ള എൻ്റെ ആ തിയേറ്ററിനോടുള്ള ഒരു എന്താ പറയുക, പിൻവലിക്കുന്ന ഫാക്ടർ. 220 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ ഇപ്പോൾ ലേസർ പ്രൊജക്ഷനൊക്കെ അതിനേക്കാൾ കുറവായിട്ട് കിട്ടുന്നത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ടിക്കറ്റ് പ്രൈസാണ് വെച്ച് പ്രശ്നമായിട്ട് തോന്നാറുള്ളൂ. എനിവേസ്, കമ്മിങ് ബാക്ക് ടു ദ മൂവി, യോദ്ധ എന്നുള്ള സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് കുറേ പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു ടിപ്പിക്കൽ ഒരു രാജ്യസ്നേഹ ലെവൽ ഒരു പടമാണ്. ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ടിപ്പിക്കൽ ക്ലീഷേ സീനിൽ പോകുന്നുണ്ട്. പക്ഷേ ദിസ് ഫിലിം ഇസ് എൻജോയബിൾ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു സിനിമ എൻജോയബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ മുതലായി എന്ന് പറയാം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പൈസ മുതലായി. പക്ഷേ ഒരു ടിപ്പിക്കൽ ഒരു ടെംപ്ലേറ്റ് ടൈപ്പ് ഓഫ് ഒരു പടം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഈ എല്ലാ സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട്, ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും കാണുന്ന ഒരാളായതുകൊണ്ട് ഇതിൽ 3-4 ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അതെല്ലാം എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഇതായിരിക്കും സംഭവിച്ചത്, ഇയാളെ കാണിച്ചപ്പോൾ ഇയാളായിരിക്കും, ഇതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഞാനത് മനസ്സിൽ കണ്ടത് അതുപോലെ തന്നെ വന്നു.
അത് ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട് വന്ന ഒരു പ്രഡിക്റ്റബിലിറ്റി ആയിരിക്കാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വല്ലപ്പോഴും മാത്രം സിനിമ കാണാൻ പോകുന്ന ഒരാൾക്ക് എനിക്ക് തോന്നാനുള്ളത് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ആക്ടേഴ്സിൻ്റെ പേര് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കും. അതുകൊണ്ട് അതിനകത്ത് അവർ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേരൊക്കെ ഞാൻ ശ്രദ്ധിക്കും. അതുകൊണ്ട് എനിക്ക് ഇതിന് മുന്നേ ഇതിങ്ങനെയായിരിക്കും, ഇതായിരിക്കും, ഇയാളായിരിക്കും, അല്ലെ അങ്ങനെ 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 കുറേ സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് വന്നുപോയി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണ് സസ്പെൻസ്. അപ്പോൾ ഈ സസ്പെൻസ് പടങ്ങൾ കണ്ട് എനിക്ക് എന്താണ് അത്യാവശ്യം പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാബ് ചെയ്യാൻ പറ്റും. എന്നെ പെട്ടെന്ന് ഫൂൾ ചെയ്യാൻ പറ്റില്ല ഒരു സിനിമയെ സംബന്ധിച്ച്. കാരണം അതിലെ സസ്പെൻസ് നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം എനിക്ക് ഈ ഒരുപാട് സിനിമകൾ കണ്ടതിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. പല ഭാഷകളിലുള്ള സസ്പെൻസ് പടങ്ങൾ ഞാൻ കാണും. ഇപ്പോൾ കൊറിയൻ ആയാലും ശരി, തായ് ആയാലും ജാപ്പനീസ് ആയാലും ഏത് ഭാഷയിലുള്ള സസ്പെൻസ് പടമാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ കാണിച്ച് പോകുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങും, ഇതാണെന്നൊക്കെ. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ചില ഫ്രെയിമിങ്ങിലും എനിക്ക് ചില ആൾക്കാരെ മനഃപൂർവ്വം ബ്ലർ ചെയ്തോ അല്ലെങ്കിൽ അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെയൊക്കെ കാണിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങും. അതുകൊണ്ട് മിക്കപ്പോഴും എനിക്കത് കറക്റ്റായി വരാറുണ്ട്. അത് അതിനെ ഖേദിച്ചു വരുന്ന പടങ്ങൾ ഞാൻ വേറെ ലെവലിൽ ഞാൻ എപ്പോഴും ഞാൻ അക്നോളജിങ് ചെയ്യാറുണ്ട്. ഇതിനകത്തപ്പോൾ ആ ഒരു സസ്പെൻസ് ഫാക്ടർ അല്ലെങ്കിൽ ട്വിസ്റ്റ് ഫാക്ടർ എനിക്ക് ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ പോലും ഞാൻ വീണ്ടും പറയാനുള്ള ഒരു സാധാരണ ആൾക്ക് അത് എന്നാലും നല്ല രസമുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിട്ട് ഫീൽ ചെയ്യും. എന്തായാലും ഇങ്ങനൊരു സിനിമയിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല. പിന്നെ എവിടെയൊക്കെയോ എനിക്ക് ലിയാം നീസൻ്റെ കുറേ ഒരു മാനറിസം, കുറേ ഒരു വൈബ് ഈ സിനിമയിൽ അടിച്ചായിരുന്നു. ലിയാം നീസൻ്റെ ഇതേപോലെ തന്നെ ഒരു പടമുണ്ട്, പക്ഷേ കംപ്ലീറ്റ് കോപ്പി അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഒരു വൈബ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആ ഒരു ലെവൽ, അതൊരു പോസിറ്റീവ് സെൻസിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ലിയാം നീസൻ്റെ ഒരു പടത്തിൻ്റെ ഒരു വൈബ് എനിക്ക് കിട്ടിയായിരുന്നു. ആ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഈ പേരെപ്പോഴും എനിക്ക് ഓർമ്മ നിൽക്കാറില്ല. മിക്ക സിനിമയും കുറേ സിനിമകളാണുകൊണ്ട് ചില സിനിമയുടെ പേരൊക്കെ വരെ വിട്ടുപോകും. എനിവേസ്, കമ്മിങ് ബാക്ക് ടു ദ മൂവി, ഇറ്റ് വാസ് എൻജോയബിൾ. തീർച്ചയായിട്ടും ഇറ്റ് വാസ് ആൻ എൻജോയബിൾ മൂവി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞെട്ടലായിരുന്നു ദിശ പട്ടാനിയുടെ പെർഫോമൻസ് കണ്ടിട്ട്. പുള്ളിക്കാരി ഫിസിക്കലി ആൻഡ് എല്ലാ രീതിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഐ വിൽ അക്നോളജ്. നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് പറയും, അതിലൊരു ഡൗട്ടും വേണ്ട. പിന്നെ ഈ ഒരു ക്യൂട്ട്നെസ് സംഭവമുണ്ട് ദിശ പട്ടാനിയുടെ കേസിലല്ല, ഇതിനകത്ത് ആ ക്യൂട്ട്നെസ് ഫാക്ടർ കൊണ്ടുവരുന്നത് റാഷി ഖന്നയാണ്. പക്ഷെ അത് ആക്ച്വലി വർക്കായിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥും റാഷിയും തമ്മിലുള്ള ചില കാര്യങ്ങൾ വർക്കായിട്ടുണ്ട്, ചിലത് വർക്കായിട്ടില്ല. എനിക്ക് പേഴ്സണലി ചിലത് വർക്കായില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ ഷാറുഖ് ഖാൻ്റെ പടങ്ങളിലെയും ഹിറ്റ് പണ്ടത്തെ ബോളിവുഡ് സിനിമയിലെ കുറച്ച് സാധനങ്ങൾ ഡയലോഗ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളി കയറ്റിയതായിട്ട് ഫീൽ ചെയ്ത്. ഈവൻ ദോ അവരത് ചെയ്തപ്പോൾ രസമുണ്ടായിരുന്നു, നമുക്കൊരു ചിരിയൊക്കെ വന്നെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ പൊതുവെ ഈ തമിഴ് ഇൻഡസ്ട്രിയിലാണ് എപ്പോഴും ഇങ്ങനെ ഒരു സാധനമുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ അല്ലെങ്കിൽ തെലുങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കന്നഡ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഹിന്ദിയിലേക്കും വന്നുള്ള അവസ്ഥയാണ്. അതായത് ഇങ്ങനെ കുറേ ഒരു കാര്യമില്ലാതെ വലിയ സ്റ്റാർസിനെയൊക്കെ പുകഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടില്ലേ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എനിവേസ് ഇറ്റ് വാസ് thoroughly എൻജോയബിൾ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തതിന് എനിക്കൊരു സങ്കടമില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഒരു തവണയൊക്കെ തിയേറ്ററിൽ പോയി എന്തെങ്കിലും കാണാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലോജിക്കൽ മിസ്റ്റേക്സ് അതൊന്നും നോക്കി പോകരുത്. ബ്രെയിനൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം സിനിമയ്ക്ക് കാണാൻ പോകാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ രീതിയിലൊന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ ആലോചിക്കാൻ പോയാൽ ഇഷ്ടം പോലെ ഫ്ലോസ് ഉണ്ട്. പിന്നെ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ഇത്രയൊക്കെ എന്താ പറയുക സൗഹൃദം ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അതിലേക്കൊന്നും പോകണില്ല. കാരണം നമ്മളിത് സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്, ഈ വാർ മൂവിയിൽ ഹൃത്തിക് റോഷൻ, സ്പീക്കിംഗ് ഓഫ് വാറും ഇത് ഇങ്ങനത്തെ കാറ്റഗറി പെടുന്ന ഒരു മൂവിയാണ്, പക്ഷെ അത് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അപ്പോൾ വാർ ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്കും വാറിൽ ഹൃത്തിക് റോഷൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ ഇങ്ങനെ ഇന്ത്യൻ ഫ്ലാഗ് കാണിക്കുന്ന സീനുണ്ട്. ഫൈറ്ററിൽ അത് മറ്റേ ഈ വാറിലെ സൈഡിലായിരുന്നെങ്കിൽ ഫൈറ്ററിൽ കൈവച്ച് വീശിലാണ്. ഫോഴ്സിൽ നമ്മുടെ ആ സിനിമയുടെ പേര് അറ്റാക്കിൽ ജോൺ അബ്രഹാമിൻ്റെ വേറെ രീതിയിലാണ്. ഇതിനകത്ത് ഈ നമ്മുടെ മറ്റേ ബിടെക് പടത്തിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ കത്തിച്ച് വിടുമ്പോഴേക്കും കളർ കഴിഞ്ഞാൽ അതിൽ 3 കളറിൽ മറ്റേ ട്രൈ കളർ ഇന്ത്യൻ ഫ്ലാഗ് രൂപത്തിൽ മച്ചാൻ നടന്നു കഴിഞ്ഞ ഒരു സീനുണ്ട്. വിഷ്വലി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു, പക്ഷേ അത് ആലോചിക്കുമ്പോൾ നല്ല വിറ്റാണ്. കാരണം അവിടെ വെച്ചിട്ട് മച്ചാൻ ഇവിടെ നിന്ന് കിട്ടി, അത് കത്തിച്ച് അത് റിയൽ ലൈഫിലാണെങ്കിൽ നല്ല രസമായിരുന്നു അതിനെ. അതായത് അങ്ങനെ ആലോചിക്കുമ്പോൾ അത് സിനിമ അല്ലാണ്ട് ആലോചിക്കുമ്പോഴേക്കും ഭയങ്കര കോമഡിയാണ്, പക്ഷേ വിഷ്വലി അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലത്ത് ഈ ഗ്രാഫിക്സ് എനിക്കങ്ങോട്ട് ബോധ്യപ്പെട്ടില്ല. ചില സ്ഥലങ്ങളിൽ എന്നാൽ നന്നായിരുന്നു.
അപ്പോൾ ഇത് ഒരു മിക്സ്ഡ് ബാഗേജ് ആണ്. ഗ്രാഫിക്സ് കുറച്ചുകൂടി മെച്ചപ്പെടാതെ, ഇതൊരു ഹിന്ദി സിനിമയാണ്, അവിടെ റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഗ്രാഫിക്സ് പലയിടങ്ങളിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. ബാക്കിയൊക്കെ നല്ലതാണ്. ആരാ ഇതിൻ്റെ ക്യാമറമാനാവോ? ക്യാമറമാനെ പറ്റിയൊന്നും കണ്ടില്ലായിരുന്നു. നോക്കട്ടെ, ആരാണ് ക്യാമറമാൻ? സിനിമാറ്റോഗ്രഫി ജിഷ്ണു ഭട്ടാചാരി. എവിടെ കേട്ടിട്ടുണ്ടല്ലോ, അമിതാഭ് ഭട്ടാചാരിയുടെ ആരെങ്കിലും ആണോ? എനിവേസ് എന്തായാലും കൊള്ളാം. സിനിമാറ്റോഗ്രാഫിക്ക് അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ കപൂർ ആൻഡ് സൺസും നമ്മുടെ ഷെയർഷേ ഇതൊക്കെയാണ്. പിന്നെ കുക്കുടു കമാലി. ആ സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞൊരു സിനിമയായിരുന്നെങ്കിലും അതിനകത്ത് മച്ചാൻ നമ്മുടെ സ്പ്ലെൻഡറിൽ സൈഡിൽ കൂടെ കുക്കുടു കമാലിൽ വന്ന സീനുണ്ട്. അത് എന്തൊക്കെ വന്നാലും എൻ്റെ മനസ്സിൽ സിദ്ധാർത്ഥ് മൽഹോത്ര എന്ന് പറഞ്ഞാൽ അതാണ്. അത് മാസ് സീനായിരുന്നു. കുറേ സൂപ്പർ ബൈക്കിന് സൈഡിൽ കൂടെ കുക്കുടു കമാലിൽ മച്ചാൻ പോണത്. ആ സിദ്ധാർത്ഥ് മൽഹോത്രനെ ആ സിനിമയിൽ എനിക്ക് ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പുള്ളി ഒരുപാട് സിനിമ വേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കട്ടെ കുറച്ച് സിനിമകൾ. മച്ചാൻ്റെ മൈ നെയിം ഈസ് ഖാൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു പുള്ളി. അത് പുതിയ അറിവാണല്ലോ. പണ്ട് നമ്മുടെ രൺബീർ കപൂറും സോനം കപൂറും മറ്റേ ബ്ലാക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന പോലെ. സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഹസീത്തോ ഫസി കുഴപ്പമില്ലാത്ത പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു കേട്ടോ. ഏക്വിലൻ എനിക്ക് ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടതാണ്. ബ്രദേഴ്സ് നമ്മുടെ റീമേക്ക്, ഒഫീഷ്യൽ റീമേക്ക് ഓഫ് മറ്റേ ഇംഗ്ലീഷ് പടം വാറിയർ ആയിരുന്നുകൊണ്ട് ഇംഗ്ലീഷ് പടം. കപൂർ ആൻഡ് സൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ബാർ വിറ്റ് പടമായിരുന്നു. ജെൻറ്റിൽമാൻ എനിക്ക് ഓർമ്മ കിട്ടണില്ല. എനിക്കൊന്ന് ജെൻറ്റിൽമാൻ ഓർമ്മ കിട്ടണില്ല പടം. ഇത്തഫാക്ക് കുഴപ്പമില്ല. അയ്യാരി കുഴപ്പമില്ല. ജബ്രിയെ ജോഡി ഞാൻ കണ്ടിട്ടില്ല. മർജാവൻ ഞാൻ കണ്ടിട്ടില്ല. ഷെയർഷ് കിടിലം പടം. താങ്ക് ഗോഡ് ഞാൻ കണ്ടിട്ടില്ല. മിഷൻ മജ്നു നല്ല സിനിമയായിരുന്നു കേട്ടോ. ആക്ച്വലി നല്ല പടമായിരുന്നു അത്. യോദ്ധ ഇപ്പോൾ കണ്ടു. ഇത്ര സാധനങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പുള്ളി ഇതിന് മുന്നേ TV ആക്ടർ അങ്ങനെ എന്തൊക്കെയായിരുന്നു. എന്തായാലും കൊള്ളാം, സംഭവം കണ്ടിരിക്കാടെ, അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്താണ് അഭിപ്രായം എന്നൊക്കെ ഉള്ളത്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു രാജ്യസ്നേഹ പടം. ഒരു കൊള്ളാം. ഇത്ര ഉള്ളു. നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ. ഈ യോദ്ധ വേറെ സീനായിരുന്നു. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ.